നേരത്തെ കിടന്നു. നേരത്തെയോ? മണി എത്രയായി? നിങ്ങൾ ഉറങ്ങാൻ നോക്കൂ. ഒരു കാര്യം ചോദിക്കട്ടെ, ഏത് കാറാണെന്ന് പറഞ്ഞുതരോ എനിക്കെങ്കിലും? കാറൊക്കെ എത്തും ഇവിടെ, സമയത്തിന് കാർ വരും. അല്ലെങ്കിൽ എല്ലാ കാര്യവും ഇവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കാനുള്ള ഒരു കാർ എടുക്കുന്ന കാര്യം വല്ലപ്പോഴും ഒരിക്കലാണ് നിങ്ങൾക്ക് ഇതേപോലത്തെ നല്ല ബുദ്ധി തോന്നുന്നത്, ആണ്ടിനും ആവണിക്കൊക്കെ. എന്നിട്ട് അത് വന്നപ്പോഴത്തേക്കും നമ്മളോട് പറയില്ല, സർപ്രൈസ് അല്ലേ? എല്ലാ കാര്യവും ഒന്നും പറയണ്ട, ഒന്നെങ്കിലും രഹസ്യമായിട്ട് ഇരിക്കട്ടെ മണി. പ്ലീസ്. നിങ്ങൾക്ക് ആവശ്യം എന്താണ്? കാറ്. നിന്നെക്കാൾ കൂടുതൽ ആവശ്യം പിള്ളേർക്കാണ്, ആണല്ലോ. അപ്പം കാറ് വരും. നിങ്ങൾക്ക് പറഞ്ഞറിഞ്ഞൂടെ എനിക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടെന്ന്. ഭയങ്കര സർപ്രൈസ്. അപ്പം സർപ്രൈസ് ആയിട്ട് കാണുമ്പോഴല്ലോ ഒന്നുകൂടി സന്തോഷം. അറിയില്ലല്ലോ. പറയാം, കാണാൻ പോണ പൂരം പറഞ്ഞറിയില്ല. ഡയലോഗ് വേണ്ട, ഉണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ എത്ര സന്തോഷമായിരുന്നു അറിയോ? അവരൊക്കെ ഇങ്ങനെ വലിയ വലിയ സ്വപ്നമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 25 ലക്ഷത്തിന് മറ്റേ വലിയ വലിയ കാറിന്റെ പേരൊക്കെയാണ് പറയുന്നത്. നമുക്കറിഞ്ഞൂടെ ചേട്ടന് എത്ര പറ്റുന്നു? മാക്സിമം ഒരു 8 10 ഒക്കെ കാറ് പറ്റും. പിള്ളേർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, എന്നാൽ അവരുടെ സന്തോഷം കാണുമ്പോണ്ടല്ലോ. എന്നാലും ചേട്ടാ, നിങ്ങൾക്ക് ലോൺ കിട്ടില്ലെന്നല്ലേ പറഞ്ഞേ? നിങ്ങൾ എങ്ങനെ ഇത്ര കാശൊക്കെ ഒപ്പിച്ച്? അതൊക്കെ കാശൊക്കെ ഒപ്പിച്ചു, അതൊക്കെ അറേഞ്ച് ചെയ്തു. ഞാൻ രാംകുമാർ സാറിൻ്റെ അടുത്ത് പറഞ്ഞു കാറിന്റെ കാര്യം. സാറ് ഹാപ്പിയായി. സാർ എല്ലായിടത്തും പറയും ചെയ്തു, ബാങ്കിൽ ലഡു ഒക്കെ വാങ്ങിക്കണം, സ്വീറ്റ്സ് കൊടുക്കണം എല്ലാവർക്കും. എത്ര വർഷത്തെ ആഗ്രഹമാണെന്നറിയോ? എന്നാലും പറന്നേ, കാണുമ്പം കണ്ടാ മതി. പറ. ഇങ്ങോട്ടല്ലേ കാറ് വരുന്നത്, അപ്പൊ കണ്ടാ മതി. ജാട എന്തിനവന്? ജാടയൊന്നുമല്ല. പറയുന്നുണ്ടോ ഇല്ലയോ? എനിക്ക് കാറിന്റെ പേരൊന്നും പറയണ്ട, കളറെങ്കിലും പറഞ്ഞാ. എല്ലാം കാണുക, സർപ്രൈസ്. സത്യം പറ, നിങ്ങൾ ബാങ്കിൽ നല്ല തിരുമറി നടത്തിയാ? പോയി തുടങ്ങും. തിരുമറി നടത്തിയോ? ഇന്ന് വരെ ഈ രവീന്ദ്രനാഥ് 1 രൂപയുടെ കള്ളത്തരം കാണിച്ചിട്ടില്ല. തിരുമറി. രാവിലെ രാംകുമാർ സാറിനെ വിളിക്കണം. സാറ് പാവമാണ്. രാംകുമാർ സാർ ഇങ്ങനെ പെണ്ണും പുള്ളി ഉറക്കത്തിനും കണ്ണടച്ചോണ്ടിരുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. പെട്ടെന്ന് കുടിക്ക്. എന്ത് ഇഷ്ടപ്പെട്ടാ? ഇന്ന് പ്രത്യേകത? അയ്യോ, ഒരു നല്ല തീരുമാനമൊക്കെ എടുത്ത്. നല്ല ദിവസമല്ലേ ഇന്ന്? തീരുമാനം? നമുക്ക് കാറൊക്കെ വരില്ലേ? അയ്യോ, നീ ഇരുന്ന് ചായ കുടി. ഓ അച്ഛാ, ഭയങ്കര മസില്. ഞങ്ങളെ കൊറേ പ്ലാൻ ഇട്ടിട്ടുണ്ട്. മാറില്ലേ അവിടെ? അച്ഛാ, കാർ വാങ്ങിക്കുമ്പോ ആദ്യം നമുക്ക് ഗുരുവായൂർ പോണം. അടിപൊളി. അങ്ങനെ നേരെ കാര്യം പറയട്ടെ, ഗുരുവായൂർ നേരെ മംഗലാപുരം, അവിടെ മൂകാംബികൻ തൊഴുത് തിരിച്ചു വരുന്ന വഴിക്ക് കായംകുളത്ത് കുഞ്ഞമ്മയുടെ വീട്ടിൽ പോകണം, കൊച്ചച്ഛന്റെ വീട്ടിൽ പോകണം, എല്ലാ ബന്ധുക്കളുടെ വീട്ടിലും പോകണം. കല്യാണം കഴിഞ്ഞ് 24 വർഷമായിട്ട് പോകാത്ത വീടും എടുത്തു വരാൻ. ഇനി പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. കാറ് കിട്ടിയിട്ട് വേണം കായംകുളത്ത് കുഞ്ഞമ്മയുടെ വീട്ടിൽ പോവാൻ, കൊച്ചച്ഛന്റെ വീട്ടിൽ പോവാൻ, എന്റെ ബന്ധുക്കളൊക്കെ വീട്ടിൽ പോകണം. എല്ലാവരും ഓരോരോ ജില്ലയിലല്ലേ? എന്റെ ഫ്രണ്ട് വിളിച്ചിരുന്നു, ഞാൻ അവരുടെ കാര്യം പറഞ്ഞു. അവരുടെ വീട്ടിലും പോണം. ആഴ്ചയിലും പിന്നെ നമുക്ക് ടൂർ പോകണം കേട്ടാ, വീക്കെൻഡിന്. ശനി ഞായറും ഒക്കെ ദിവസങ്ങളില് പൊന്മുടിയില്, പിന്നെ നെയ്യാർ ഡാമില്. അയ്യോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മണിക്കൂട്ടം മാമനെയും കൊണ്ടുപോകണം കേട്ടോ അവിടെ. അടിപൊളി. നിങ്ങൾ പോയോ? ഞാനില്ല. നിന്റെ മാമൻ വന്നാലേ ഈ പറഞ്ഞ മൂകാംബികയിലും ഗുരുവായൂരും കുഞ്ഞമ്മയുടെ വീട്ടിലും കായംകുളത്തൊന്നും പോവില്ല. പോണ വഴിക്കുള്ള പോലീസ് സ്റ്റേഷനിൽ ഇരിക്കും. അങ്ങനെയൊന്നുമില്ല, യാത്രയിലൊക്കെ ചേട്ടൻ പക്കാ ഡീസന്റാ. ഡീസന്റ്. ഓർമ്മയുണ്ടാ പണ്ട് കന്യാകുമാരി പോയത്? അവിടുത്തെ കടക്കാരെല്ലാം കൂടെ പിടിച്ചിട്ട് അടിച്ചതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഓ, അതാണ് കാര്യം. അതെന്താണെന്ന് അറിയോ മക്കളെ? കടയിൽ ചെന്നിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമല്ലോ, ആ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് കച്ചറ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ മക്കളെ അന്ന് ആ കടക്കാര് കൊല്ലാതെ വിട്ടത് ഭാഗ്യം. അല്ല, എനിക്കൊരു ഡൗട്ട്. ഈ മാമ ഈ കേരളത്തിലും തമിഴ്നാട്ടിലും അല്ലാതെ വേറെ എവിടെയെങ്കിലും പോയി അടി ഉണ്ടാക്കിയിട്ടുണ്ടോ? മോളെ, നിന്റെ മാമന് കേരളമെന്നോ തമിഴ്നാടൊന്നുമില്ല.
അങ്ങേരെ എവിടെ പോയാലും ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിൽ പോയാലും അടി ഉണ്ടാക്കിയിരിക്കും. അതൊക്കെ അങ്ങനെ തന്നെ. ചേട്ടനെ പണ്ട് ഹൈദരാബാദിൽ പോയപ്പോഴേ വത്സല കുഞ്ഞമ്മയുടെ അവിടെ പോയപ്പോ റെയിൽവേ സ്റ്റേഷനിൽ അടി അടി എന്ന് പറഞ്ഞാൽ ഞാൻ പറയണ്ട. എന്നിട്ട് അവസാനം അവിടുത്തെ പോലീസുകാർ എല്ലാരും കൂടെ വന്ന് ചേട്ടനെ നല്ലോണം ആശ്വസിച്ച് വിട്ടത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കേട്ടാ, അതാണ് മണിക്കുട്ടൻ മാമൻ. സത്യം പറഞ്ഞ മണിക്കുട്ടന് നല്ലൊരു അടിയുടെ കുറവുണ്ട്. കുഴപ്പമില്ല, താമസിയാതെ എവിടെന്നെങ്കിലും കിട്ടിക്കൊള്ളും. അപ്പൊ ശരിയാവും ഇതൊക്കെ. രവിയേട്ടാ, അച്ഛാ അതൊക്കെ പോട്ട്. കാറ് വരെയല്ലേ, ഇതുവരെ ലൈസൻസ് കൊടുത്തില്ല. അച്ഛനെ വിട്ടില്ലല്ലോ പഠിക്കാനായിട്ട്. എനിക്ക് പഠിക്കണം. 18 വയസ്സ് കഴിയുമ്പോ എനിക്കും പഠിക്കണം. ഈ ഡ്രൈവിംഗ് പഠിത്തം എന്ന് പറഞ്ഞാലേ ആ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ, ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ക്ലച്ചിലും ബ്രേക്കിലും ഒക്കെ കാലെത്തണം. നമുക്ക് എത്തുവോ? അച്ഛനും തുടങ്ങി എന്നെ കളിയാക്കാൻ. അത് നിനക്ക് പിന്നെ ഇവിടെ ഉള്ള എല്ലാവരും കളിയാക്കാം. നിന്നെ ഒന്നും പറയാൻ പാടില്ല. അതാണ് ഇവിടത്തെ നിയമം. അങ്ങനെയൊക്കെ നിയമം. എന്തായാലും ഞാൻ പോട്ട് 10 മണിക്ക് അവിടെ എത്താന്നാ പറഞ്ഞിരിക്കുന്നത്. കാറ് എടുക്കാൻ. ഇന്ന് കാറ് വരും മോളെ. ഒരു 3-4 മണിയാകുമ്പോ ഇവിടെ എനിക്ക് തേടി വരണം. പിന്നെ എനിക്ക് എന്റെ വീട്ടിൽ കാറ് വന്നേ, എന്റെ വീട്ടിൽ കാറ് വന്നേ. മണി, എന്റെ ഇളയ മോൾക്ക് വട്ടായെന്ന് തോന്നുന്നു. വട്ടായേ എന്റെ വീട്ടിൽ കാറ് വന്നേ.